ഓണം എക്സാം 2026 നാളെ 6ാം ക്ലാസ്സിന് കേരള പാഠാവലിയും അടിസ്ഥാന പാഠാവലിയും എക്സാമാണ്. അപ്പോൾ നമുക്ക് കേരള പാഠാവലിയിൽ ഒരു ചോദ്യപേപ്പർ നോക്കാം. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2 മണിക്കൂർ 15 മിനിറ്റാണ് നമുക്ക് സമയമുള്ളത്. ആദ്യത്തെ 15 മിനിറ്റ് നമ്മൾ സമാശ്വാസ സമയമാണ്, അതായത് കൂൾ ഓഫ് ടൈമാണ്. ഈ സമയം നിങ്ങൾ ചോദ്യങ്ങൾ വായിച്ച് മനസ്സിലാക്കാനും ഉത്തരങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ സമയം ഉപയോഗിക്കാം. പിന്നെ ഉപചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം എഴുതണം. അതേപോലെ ചോയ്സ് നൽകിയിരിക്കുന്ന ചോദ്യങ്ങൾ ഏതെങ്കിലും ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞു, കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ആദ്യത്തെ ചോദ്യം നമുക്ക് വായിക്കാൻ എഴുതാണ്. ഇതിൽ നിന്നുള്ള 1 മാർക്ക് പോലും എൻ്റെ കൂട്ടുകാർ ആരും മിസ്സാക്കരുത്. അത്ര എളുപ്പമുള്ള ചോദ്യങ്ങളായിരിക്കും. കാരണം ഒരു പാസേജ് തരും, ഇങ്ങനെ ഒരു പാരഗ്രാഫ് തരും, ഇതുപോലെയല്ലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്റ്റോറിയോ കഥയോ അല്ലെങ്കിൽ ഒരു കവിതയോ ഒക്കെ ആവാം. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? അത് നല്ലവണ്ണം വായിക്കുക. വായിച്ചിട്ടുണ്ടെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള 4 ചോദ്യങ്ങളുടെ ഉത്തരവും ആ ചോദ്യ പേപ്പറിൽ തന്നെ അതിൻ്റെ ഉത്തരം ഉണ്ടാവും. അപ്പോൾ നിങ്ങളത് നല്ലവണ്ണം വായിക്കുക. വായിച്ചിട്ട് ആദ്യത്തെ ആക്ടിവിറ്റിക്ക് നിങ്ങൾ ഒരൊറ്റ മാർക്ക് പോലും ആരും മിസ്സാക്കരുത്. A+ തന്നെ അതിൽ മേടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ താഴെ കൊടുത്തിരിക്കുന്ന ഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെടുക്കുക. കേരളത്തിലെ ആദിവാസികൾ നല്ല വൃത്തിയുള്ള ഭക്ഷണം കഴിക്കുന്നവരാണ്. ഇലക്കറികൾ, പുഴയിൽ നിന്നും പിടിക്കുന്ന മീന്, ഞണ്ട്, കാട്ടുചേമ്പ്, പുഴയിലെ താള്, കാട്ടുപഴങ്ങൾ, മുളങ്കൂമ്പ് എന്നിവ അവരുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാണ്. ഇവയെല്ലാം പോഷക സമൃദ്ധമായ ആഹാരങ്ങളാണ്. മുള പൂക്കുന്ന സമയത്താണ് മുളങ്കൂമ്പ് ലഭിക്കുന്നത്. കൂമ്പ് നുള്ളിയെടുത്ത് ചെറുതായി അരിഞ്ഞ ശേഷം ഉപ്പും മഞ്ഞളും ചേർത്ത് പുഴുങ്ങുന്നു. പിന്നീട് വെള്ളം ഊറ്റിക്കളയണം. അതിനുശേഷം എണ്ണയൊഴിച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കാന്താരിയും ചേർക്കുന്നു. വേവിച്ച മുളങ്കൂമ്പ് അതിലിട്ട് വീണ്ടും വേവിച്ചാണ് കഴിക്കുന്നത്. നെവേഞ്ചി അവരുടെ പ്രിയപ്പെട്ട മറ്റൊരു ഭക്ഷണമാണ്. വർഷത്തിലൊരിക്കലേ അത് ലഭിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം കുറയുമ്പോഴാണ് നെവേഞ്ചി കിട്ടുന്നത്. സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരുമിച്ച് അത് ശേഖരിക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് ചോദ്യം നോക്കാം. പാഠഭാഗത്തിൽ പറയാത്ത ഭക്ഷണ വിഭവം ഏത്? ഒന്നാമത്തെ ഓപ്ഷൻ തന്നിരിക്കുന്ന കാട്ടുപഴങ്ങളാണ്. ബി മുളങ്കൂമ്പാണ്. മൂന്നാമത്തെ കാട്ടുചേമ്പാണ്. ഡി ഗോതമ്പ്. ഇതിൽ പരാമർശിക്കാത്ത ഭക്ഷണ വിഭവം ഏതാണ്? നമ്മൾ നേരത്തെ കണ്ടാണല്ലേ, ഗോതമ്പാണ് കേട്ടോ. ഇനി മുളങ്കൂമ്പ് പുഴുങ്ങുമ്പോൾ ചേർക്കുന്നത് എന്തെല്ലാം? ഉപ്പും മഞ്ഞളും പഞ്ചസാരയും ഇലയും കസ്കസും കിസ്മിസും പാലും പഞ്ചസാരയും. നമുക്കറിയാം ഉപ്പും മഞ്ഞളും, അത് നമ്മൾ ആ പാഠഭാഗത്തിൽ വായിച്ചതാണ്. മുളങ്കൂമ്പ് മുഴുകിയതിന് ശേഷം വെള്ളം ഊറ്റിക്കളയുന്നതിൻ്റെ ഉദ്ദേശ്യം എന്ത്? അതും നമ്മൾ വായിച്ചു. മധുരം കൂട്ടാൻ, കട്ട് ഒഴിവാക്കാൻ, നിറം മാറ്റാൻ, മണവും രുചിയും ഒഴിവാക്കാൻ. എന്താണ് കട്ട്? ഒഴിവാക്കാൻ. ഇനി അടുത്തത്, നെവേഞ്ചിയുമായി ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? കുറേ പ്രസ്താവന ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതാണ് ശരി? അതാണ് നമ്മൾ എഴുതേണ്ടത്. മഴക്കാലത്താണ് ലഭിക്കുന്നത്. പുഴയിൽ വെള്ളം കൂടുമ്പോഴാണ് ലഭിക്കുന്നത്. വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം കുറയുമ്പോഴാണ് ലഭിക്കുന്നത്. മുള പൂക്കുന്ന സമയത്താണ് ലഭിക്കുന്നത്. അപ്പോൾ ഉത്തരം ഏതാണ്? വേനൽക്കാലത്ത് പുഴയിലെ വെള്ളം കുറയുമ്പോഴാണ് ലഭിക്കുന്നത്. ഇനി അടുത്തത്, നെവേഞ്ചി ശേഖരിക്കുന്നതിലെ പ്രത്യേകത എന്ത്? പുരുഷന്മാർ മാത്രം ശേഖരിക്കുന്നു, കുട്ടികൾ മാത്രം ശേഖരിക്കുന്നു, പുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് ശേഖരിക്കുന്നു, പുറത്തു നിന്ന് വാങ്ങുന്നു. അപ്പോൾ അതിൽ ശരിയായ ഓപ്ഷൻ എന്താണ്? സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും ഒരുമിച്ച് ശേഖരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് നോക്കാം. പ്രതികരണക്കുറിപ്പും ഉണ്ട്, വിശകലനക്കുറിപ്പും ഉണ്ട്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. അറിയാവുന്ന ഏതെങ്കിലും ഒന്ന് എഴുതുക. പ്രതികരണക്കുറിപ്പ് എന്തിനെ കുറിച്ചാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടേയിരിക്കുന്നു. സമൃദ്ധമായ ഒരു അടുക്കളയുടെ ചിത്രത്തിനൊടുവിൽ ഈ വരി വരുന്നതിൻ്റെ പ്രസക്തി പരിശോധിച്ച് അടുക്കളയും വിശപ്പും തമ്മിലുള്ള വൈരുദ്ധ്യം മുൻനിർത്തി പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ അടുക്കള എന്ന പാഠഭാഗത്തിൽ വായിച്ചു. അടുക്കള എപ്പോഴും ഒരു ബിസി ആയിട്ടുള്ള സ്ഥലമാണ്, എപ്പോഴും തിരക്ക് പിടിച്ച സ്ഥലമാണ്. നമ്മുടെ വീട്ടിലെ ഏറ്റവും തിരക്ക് പിടിച്ചതും എപ്പോഴും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് അടുക്കള എന്ന് പറയാം അല്ലേ. പക്ഷേ നമ്മുടെ പാഠഭാഗത്തിൽ അവിടെ ഒരു വരിയുണ്ട്. എന്താണ്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അതാരാണ്? ഭക്ഷണം പാകം ചെയ്ത് നമ്മുടെ അമ്മയായിരിക്കുമല്ലോ അധികം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ പറയുന്നതിൻ്റെ ഒരു എന്താണ് ആ പറയുന്നതിൻ്റെ? അപ്പോൾ സാധാരണ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന, ഏതു നേരം ഭക്ഷണം ഉണ്ടാക്കുന്ന അടുക്കളയിൽ എന്താണ്, ആ അടുക്കളയിലുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്ക് എന്താണ് വിശപ്പ് വരുന്നതെന്നുള്ള ഒരു വൈരുദ്ധ്യം നമുക്ക് തോന്നാം.
അതെന്താണ് എന്നാണ് നമ്മൾ അതിനെക്കുറിച്ചാണ് പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ നോക്കൂ, അടുക്കളയിൽ പലതരം ഭക്ഷണങ്ങൾ നിരന്തരം തയ്യാറാക്കുന്നു. അടുക്കള എന്ന് പറഞ്ഞാൽ ഭക്ഷണശാലയാണല്ലേ. പലതരം ഭക്ഷണങ്ങൾ രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി, അങ്ങനെ വൈവിധ്യമായ ഭക്ഷണ വിഭവങ്ങളാണ് ഓരോ നേരവും നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവുന്നതല്ലേ. അപ്പോൾ അടുക്കളയിൽ പലതരം ഭക്ഷണങ്ങൾ നിരന്തരം തയ്യാറാകുന്നു. കറികൾ നുറുക്കുകയും മീൻ നന്നാക്കുകയും മസാലകൾ അരയ്ക്കുകയും പാത്രങ്ങൾ കഴുകുകയും ചെയ്യുന്ന തിരക്കാണ് അവിടെ. എന്നാൽ ഇത്രയും ഭക്ഷണത്തിൻ്റെ നടുവിലും ഒരാൾ വിശന്ന് നിലവിളിക്കുന്നു എന്നത് വലിയ വൈരുദ്ധ്യമാണല്ലേ. അതൊരു നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. ഇത്രയും ഭക്ഷണം ഉണ്ടാക്കുന്ന അവിടെ ഭക്ഷണശാലയിൽ, അടുക്കളയിൽ ഒരാൾ വിശന്ന് നിലവിളിക്കുകയാണ്. ഭക്ഷണം തയ്യാറാക്കുന്നവരുടെ അധ്വാനം പലപ്പോഴും അവരുടെ സ്വന്തം വിശപ്പിനെ മറികടക്കുന്നു. മനസ്സിലായോ? ഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിൽ അവർ അവരുടെ സ്വന്തം വിശപ്പിനെ മറന്നു പോവുകയാണ്. അത്രയും പണിത്തിരക്കാണ് അടുക്കളയിലുള്ളത് അല്ലേ. അവരുടെ സ്വന്തം വിശപ്പിനെ മറികടക്കുന്നു. സമൃദ്ധിയുടെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന ഈ വിശപ്പിനെയും അസമത്വത്തെയും ഈ വരി ശക്തമായി ഓർമ്മിപ്പിക്കുന്നു. ഇനി അല്ലെങ്കിൽ നമുക്ക് എന്തെഴുതാം? വിശകലനക്കുറിപ്പ് എഴുതാം. എന്താണ് അത്? നിങ്ങൾക്ക് ഏതാണോ അറിയുന്നത് അത് നിങ്ങൾ എഴുതുക. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. അടുക്കളയെക്കുറിച്ച് പറയുമ്പോൾ കവയത്രി പല തലമുറകളിലെ സ്ത്രീകളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നു. അടുക്കളയും തലമുറകളായി തുടരുന്ന സ്ത്രീകളുടെ അധ്വാനവും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എന്താണ്? അടുക്കള ഒരു വീടിൻ്റെ ഭാഗം മാത്രമല്ലെന്നും തലമുറകളായി സ്ത്രീകൾ അധ്വാനിച്ച ഇടമാണെന്നും കവിത വ്യക്തമാക്കുന്നു. കറി നുറുക്കൽ മുതൽ പാത്രം കഴുകുന്നത് വരെയുള്ള എണ്ണമറ്റ ജോലികൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ മാറിപ്പോയാലും മറ്റൊരാൾ ആ ജോലി എടുക്കുന്നു. അമ്മയുടെ അമ്മ അങ്ങനെ തലമുറകളായിട്ട് ഈ ജോലി തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. അമ്മമ്മ കഴിഞ്ഞ അമ്മ, മുതുമുത്തശ്ശി കഴിഞ്ഞാൽ അമ്മമ്മ കഴിഞ്ഞാൽ അമ്മ, അങ്ങനെ ഈ ഒരു ജോലി ഇങ്ങനെ തലമുറകളായിട്ട് തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഒരാൾ മാറിപ്പോയാലും മറ്റൊരാൾ ആ ജോലി ഏറ്റെടുക്കുന്നു. ഇങ്ങനെ സ്ത്രീകളുടെ അധ്വാനം തലമുറകളിലൂടെ തുടർന്നു പോകുന്നു. അവരുടെ വിശ്രമമില്ലാത്ത ജീവിതവും കുടുംബത്തിന് വേണ്ടിയുള്ള സമർപ്പണവും അടുക്കളയിലൂടെ അവതരിപ്പിക്കുന്നു. ഇനി അടുത്തത് ഒരു ഡയറി കുറിപ്പാണ്, അല്ലെങ്കിൽ കത്ത് എഴുതാനാണ്. ഡയറി കുറിപ്പ് ഇതാണ്: പഠിച്ചോനെ, ഇത് നന്നാകണേ, ആളുകളെ കൊണ്ട് പറയിക്കരുതേ. ചട്ടിപ്പത്തിരി അടുപ്പിൽ വെച്ച ശേഷം ബിച്ചായിസ് താത്തയുടെ മനസ്സിൽ ഉയർന്നു വന്ന ചിന്തകൾ സങ്കല്പിച്ച് അന്നത്തെ ഡയറി കുറിപ്പ് തയ്യാറാക്കുക. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ് എഴുതേണ്ടത്? ആദ്യം നമ്മൾ ഡേറ്റ് എഴുതണം, അത് മസ്റ്റാണ്. പിന്നെ നമ്മൾ 10 മണിയൊക്കെ എഴുതാം. 10 മണി, രാത്രി 10 മണി എന്നൊക്കെ നമുക്ക് എഴുതാം. അത് നമ്മൾ എഴുതാൻ വിട്ടുപോയാൽ ഈ ഡേറ്റ് എഴുതാൻ ഒരിക്കലും വിട്ടുപോകരുത്. ഇന്ന് ചട്ടിപ്പത്തിരിയുടെ പണിയായിരുന്നു. രാവിലെ മുതൽ അടുക്കളയിൽ നല്ല തിരക്കായിരുന്നു. ഓരോ സാധനം കൃത്യമായി അളന്നെടുത്തു. ഓരോ തോലും ശരിയായി പരത്തി. പണ്ടവും മുട്ടക്കൂട്ടും കൃത്യമായി ചേർത്തു. ഒടുവിൽ ചെമ്പ് അടുപ്പിൽ വെച്ചപ്പോൾ മനസ്സിൽ ചെറിയ ഒരു പേടി തോന്നി. ഇത്രയും നേരം ചെയ്ത അധ്വാനം വെറുതെ ആകരുതേ എന്ന് പ്രാർത്ഥിച്ചു. പാകം നന്നായി വന്നപ്പോൾ വലിയ ആശ്വാസമായി. എൻ്റെ കൈകൊണ്ട് ഒരു പലഹാരത്തിൻ്റെ താജ് പണിതതുപോലെ തോന്നി. നമുക്ക് അടുത്തൊരു താരതമ്യക്കുറിപ്പാണ്. സ്മരണയിൽ മണക്കുന്നു കൊതിയൂറും കൊഴക്കട്ട. ബാല്യകാല സ്മരണകൾക്കൊപ്പം കൊഴുക്കട്ടയുടെ രുചിയും മണവും മനസ്സിൽ നിറയുന്നു. കൊഴുക്കട്ടയിലെ മുളങ്കൂമ്പും നൈവേദ്യം എന്ന പാഠഭാഗത്തിലും ഭക്ഷണത്തിൽ ലഭിക്കുന്ന പ്രാധാന്യം കണ്ടെത്തി താരതമ്യക്കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ നമ്മൾ കൊഴക്കട്ട എന്ന പാഠഭാഗത്തിലും അതേപോലെ മുളങ്കൂമ്പും നൈവേദ്യം എന്ന പാഠഭാഗത്തിലും നമ്മൾ രണ്ട് ഭക്ഷണത്തെക്കുറിച്ചാണ് നമ്മൾ ആ യൂണിറ്റിൽ പറയുന്നതല്ലേ. അപ്പോൾ കൊഴക്കട്ട എന്ന ഭക്ഷണത്തിൽ ബാല്യകാല സ്മരണകളും സ്നേഹത്തിൻ്റെയും വാത്സല്യം പ്രതീകമാകുന്നു. വല്യമ്മയുടെ വരവും കൊഴക്കട്ടയുടെ രുചിയും മനസ്സിൽ മധുരമുള്ള ഓർമ്മകൾ ഉണർത്തുന്നു. മുളങ്കൂമ്പും നൈവേദ്യം എന്ന പാഠത്തിൽ പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണമാണ് പ്രധാനമാക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് ശേഖരിക്കുകയും പാകം ചെയ്യുകയും ചെയ്യുന്നു. ഒന്നിൽ ഭക്ഷണം വ്യക്തിപരമായ ഓർമ്മകളോട് ചേർന്ന് നിൽക്കുമ്പോൾ മറ്റൊന്നിൽ അത് പ്രകൃതിയോടും കൂട്ടായ ജീവിതത്തോടും ചേർന്ന് നിൽക്കുന്നു. അപ്പോൾ കൊഴക്കട്ട എന്ന പാഠഭാഗത്തെ ആ വല്യമ്മ ഇങ്ങനെ വരുന്നതും കാത്തിട്ട് ഇങ്ങനെ കുട്ടികൾ കാത്തു നിൽക്കുകയാണ്. അവിടെ ഒരു മനസ്സിൽ മധുരമുള്ള ഒരു ബാല്യകാല ഓർമ്മയാണ് അവിടെ നമുക്ക് മനസ്സിലേക്ക് വരുന്നത്. അതേസമയം മുളങ്കൂമ്പും നൈവേദ്യം എന്ന പാഠഭാഗത്തിൽ അവിടെ എല്ലാവരും ഒന്നിച്ചാണ് ഭക്ഷണം ശേഖരിക്കുന്നത്, പാകം ചെയ്യുന്നത്. അത് പ്രകൃതിയോടും അതേപോലെ തന്നെ കൂട്ടായ ജീവിത ഒരു സാഹചര്യത്തോടും രണ്ട് വ്യത്യസ്തമായ രീതിയിലുള്ള ഓർമ്മകളാണ് നമുക്ക് തരുന്നത്. ഇനി അടുത്തത് കഥാപാത്ര നിരൂപണമാണ്.
പലഹാരങ്ങളുടെ താജ് പണിത ആ കൈകൾക്ക് ആശ്വാസം തോന്നി. ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന ബിജായ് സേത്തുയുടെ അധ്വാനം, കൃത്യത, ഉത്തരവാദിത്ത ബോധം, കുട്ടികളോടുള്ള പെരുമാറ്റം, പാചകത്തോടുള്ള ആത്മാർത്ഥത എന്നിവ പരിഗണിച്ച് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. ബിജായ് സേത്ത കഥാപാത്ര നിരൂപണം. ചട്ടിപ്പത്തിരിയിലെ ബിജായ് സേത്ത അധ്വാനശീലവും കൃത്യതയും ആത്മാർത്ഥതയും നിറഞ്ഞ കഥാപാത്രമാണ്. ചട്ടിപ്പത്തിരി തയ്യാറാക്കുന്ന ഓരോ ഘട്ടവും അവർ അതീവ ശ്രദ്ധയോടെയാണ് ചെയ്യുന്നത്. സാധനങ്ങൾ അടുക്കുന്നതിലും പാളികൾ അടക്കുന്നതിലും മുട്ടക്കൂട്ട് ചേർക്കുന്നതിലും അവർ പുലർത്തുന്ന സൂക്ഷ്മത ശ്രദ്ധേയമാണ്. കുട്ടികൾ അടുക്കളയിൽ എത്തുമ്പോൾ ശകാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിൽ കരുതലുണ്ട്. പലഹാരം നന്നാകണമെന്ന ആഗ്രഹത്തിൽ അവർ പ്രാർത്ഥനയോടെ പാചകത്തിൽ മുഴുകുന്നു. വിയർപ്പും ക്ഷീണവും അവഗണിച്ച് ജോലി പൂർത്തിയാക്കുന്ന അവർ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്ന സ്ത്രീയുടെ പ്രതിനിധിയാണ്. ചട്ടിപ്പത്തിരി വിജയകരമായി തയ്യാറായപ്പോൾ ലഭിക്കുന്ന നിർവൃതിയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിഫലം. ഇനി അടുത്തതൊരു വാഗ്മയ ചിത്രമാണ്. കൊയക്കട്ട. ഇവിടെ എഡിറ്റിംഗ് മിസ്റ്റേക്കാണ്. കൊയക്കട്ട എന്ന പാഠഭാഗത്തിലെ വല്യമ്മയെ നിങ്ങൾക്ക് മുന്നിൽ കണ്ടതുപോലെ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക. വാഗ്മയ ചിത്രം. ഓക്കെ. വയവരമ്പിലൂടെ പതുക്കെ നടന്നു വരുന്ന വല്യമ്മ. ലളിതമായ വേഷവും സ്നേഹം നിറഞ്ഞ മുഖവും. കയ്യിൽ കൊതിയൂറുന്ന കൊയക്കട്ടയുടെ ഒരു പൊതിയുണ്ട്. ക്ഷീണമുണ്ടെങ്കിലും കൊച്ചുമക്കളെ കാണാനുള്ള സന്തോഷം മുഖത്ത് തെളിയുന്നു. അവരുടെ വരവിനൊപ്പം വീടും മനസ്സും വാത്സല്യത്താൽ നിറയുന്നു. ഇനി അടുത്ത നമുക്കൊരു അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കാനാണ്. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങളെ സംരക്ഷിക്കുകയും പരമ്പരാഗത ഭക്ഷണ രീതികൾ നിലനിർത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത മുളങ്കൂമ്പും നെവേഞ്ചിയും എന്ന പാഠഭാഗം വ്യക്തമാക്കുന്നു. ഈ ആശയത്തോട് പ്രതികരിച്ച് അഭിപ്രായക്കുറിപ്പ് തയ്യാറാക്കുക. പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ആരോഗ്യകരവും പോഷകസമൃദ്ധവുമാണ്. മുളങ്കൂമ്പിയും നെവേഞ്ചിയും പോലെയുള്ള തനതായ ഭക്ഷണങ്ങൾ ഒരു സമൂഹത്തിൻ്റെ ജീവിത രീതിയുടെയും സംസ്കാരത്തിൻ്റെയും ഭാഗമാണ്. എന്നാൽ പുതിയ ഭക്ഷണശീലങ്ങളുടെ വ്യാപനത്തോടെ ഭക്ഷണങ്ങൾ പലതും അപ്രത്യക്ഷമാകുന്നുണ്ട്. പ്രകൃതി സമ്പത്തുകൾ സംരക്ഷിക്കുകയും നാടൻ ഭക്ഷണങ്ങളുടെ അറിവ് പുതിയ തലമുറകളിലേക്ക് കൈമാറുകയും ചെയ്യണം. ആരോഗ്യത്തിനും പാരമ്പര്യ സംരക്ഷണത്തിനും ഇത് പ്രധാനമാണ്. ഒരു കത്താണ്. കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗത്തിലെ കോയയുടെ ജീവിതം നിങ്ങളെ ഏറെ ചിന്തിപ്പിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളുടെ ജീവിതത്തിലെ സന്തോഷങ്ങളും പ്രയാസങ്ങളും പങ്കുവെച്ചുകൊണ്ട് സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കുക. അപ്പോൾ കത്ത് തയ്യാറാക്കുമ്പോൾ നമ്മൾ സ്ഥലവും തീയതിയും എഴുതണം. പിന്നെ നമ്മൾ ആർക്കാണോ കത്ത് എഴുതുന്ന അവരുടെ പേര് എഴുതുക. പ്രിയപ്പെട്ട റഹ്മാൻ അല്ലെങ്കിൽ പ്രിയപ്പെട്ട സുഹൃത്തെ എന്നൊക്കെ നമുക്ക് എഴുതാം. പിന്നെ നമ്മൾ എഴുതാൻ സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ദിവസം കോയയുടെ ചെറിയ വസ്തുക്കൾ എന്ന പാഠഭാഗം വായിച്ചു. വിദേശത്ത് ജോലി ചെയ്യുന്ന കോയയുടെ ജീവിതം എന്നെ ഏറെ ചിന്തിപ്പിച്ചു. കുടുംബത്തിൽ നിന്ന് അകന്ന് കഴിയുമ്പോഴും ഭാര്യയെയും കുഞ്ഞിനെയും കുറിച്ചുള്ള സ്നേഹവും കരുതലും അയാളുടെ ഓരോ പ്രവൃത്തിയിലും കാണാം. കുഞ്ഞ് ജനിച്ച വാർത്തയിൽ സന്തോഷിച്ചെങ്കിലും ആ സന്തോഷത്തിൽ നേരിട്ട് പങ്കുചേരാൻ കഴിയാത്തതിൻ്റെ വേദനയും കോയ അനുഭവിക്കുന്നു. കുടുംബത്തിന് വേണ്ടി സ്വന്തം ആഗ്രഹങ്ങൾ മാറ്റിവെച്ച് അധ്വാനിക്കുന്ന പ്രവാസികളുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ പാഠം എന്ന് പഠിപ്പിച്ചു. സ്നേഹത്തോടെ നിൻ്റെ കൂട്ടുകാരൻ അമീന്. അപ്പോൾ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. നിങ്ങൾ തീർച്ചയായും കാണുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾക്ക് സഹായകമാകും. ഓൾ ദി ബെസ്റ്റ് ഡിയർ ഫ്രണ്ട്സ്. നാളെ 2 പരീക്ഷ ഉണ്ട്. അപ്പോൾ രണ്ടും നിങ്ങൾ നല്ലവണ്ണം എഴുതുക. താങ്ക് യു.